നല്ല രീതിക്ക് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ ലെറ്റ്സ് വെൽക്കം ദാസേട്ടൻ കോഴിക്കോട്. വിവാദം വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ, ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. നമസ്കാരം ചങ്കടെ. എന്താണ് ദാസേട്ടൻ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത്? എന്താ വളിച്ച ചിരി. കോഴിക്കോടിന്റെ തന്നെ ഒരു അഭിമാനമായിരുന്നു ദാസേട്ടൻ. ഇപ്പം റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ശരിക്കും ഞാനിങ്ങനെ കാണുന്നത് തന്നെ ആ രേണുസുധിയുടെ കൂടെ 2-3 ആൽബത്തിൽ അഭിനയിച്ചപ്പോഴാണ്. ഈ അഭിമാനമായ ആളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളമാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന ഷോർട്ട് മൂവീസില് ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര ഇന്റിമേറ്റ് സീന് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താണ് ദാസേട്ടന് അതിനെ പറ്റി പറയാനുള്ളത്? ഞാന് ഇപ്പൊ നിങ്ങള് സോഷ്യൽ മീഡിയയില് എയറിലാണ് കത്തി നിൽക്കാതെ പറഞ്ഞു ചെയ്ത ശരിക്കും ആക്ച്വലി പോക്കിരിത്തരം, തോന്നിയവാസം, വൃത്തികേട്. റീൽസ് ചെയ്തതാണോ ദാസേട്ടൻ കോഴിക്കോട്? റീൽസ് ചെയ്തതാണോ? ഇപ്പം സംഭവം വേറൊന്നുമല്ല, നിങ്ങൾ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് പല ഇന്റിമേറ്റ് സീൻസും ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സീൻസ് കാണുന്നില്ല. മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ട് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് തൊട് പിടിക്ക്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്, വൈറലാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല അതായത് അങ്ങനെയാണെങ്കിലേ ആളുകൾ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു സംഭവം ഇറങ്ങുമ്പോൾ ഇതിലൊന്നും പല സീൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കാണില്ല, ഇതൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവളും അയാളും കൂടെ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം, അതേ ഉള്ളൂ. ഈ പ്രമോഷൻ എന്ന് പറഞ്ഞ് ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചിട്ട് വീട് വരുമ്പോൾ ഇതൊന്നും അതിലില്ല. പ്രമോഷൻ വേറെ, തെമ്മാടിത്തരം വേറെ. ഇവരുടെ ആൽബമാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും അത് വേറെ. ഇവരുടെ ഡയറക്ടർ, അതായത് ഇവരുടെ ഒരു വീഡിയോയുടെ ഒരു വോയിസ് ഞാൻ ഇവിടെ വയ്ക്കാം. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. ഇതൊക്കെ കണ്ടിട്ടാണ് ഏപ്പടം പിടിക്കുന്ന ആൾക്കാർ പറയുന്നത്. വല്ല തെറ്റും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തി എന്തിനാ കോഴിക്കോടിനെ ഇങ്ങനെ അപമാനിക്കുന്നത്? ദാസേട്ടൻ കോഴിക്കോട്, ദാസേട്ടൻ കോഴിക്കോട്. എടോ മനുഷ്യ, നിങ്ങളുടെ പേര് ദാസേട്ടൻ കോഴിക്കോടാണെന്ന് ആ ആങ്കർ വന്ന് കയറി ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ ദാസൻ അത് പോരെ? പിന്നെ ഈ ദാസേട്ടൻ എന്നുള്ളത് ആര് വിളിക്കാനാ? ഞാനൊന്നും വിളിക്കത്തില്ല. അതുകൊണ്ട് ദാസൻ ചെയ്തിട്ടുണ്ട്, നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, നല്ല ആൽബംസ് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയക്ക് വേണ്ട. അതൊന്നും സോഷ്യൽ മീഡിയ കാണുന്നില്ല, കണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സാധാരണ ഒരു റീൽസിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പം നല്ല വൈറലായ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ കാണുന്നത് ഈ രേണുസുധിയുടെ അപരാധം വീഡിയോയിലാണ്. വേറൊരു വീഡിയോയിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതെൻ്റെ കുറ്റാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ടിക്ടോക്കൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ പലരുടെയും വീഡിയോ കണ്ടപ്പോൾ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ആദ്യം കുറേ കോമാളിത്തരം കാണിച്ചുകൊണ്ടാണ് വന്നത്, പിന്നെ അത് സെറ്റായി എന്നൊക്കെ. ഇപ്പോൾ കോമാളിത്തരം ഇല്ല, വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ട അവസ്ഥയാണ്. ഇത് ഒരു റീൽസേ അല്ല, ഒരു ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചു, നായികയായിട്ട് അഭിനയിക്കാൻ മറ്റൊരാളെ വിളിച്ചു. അതിൽ വേറെ കുറെ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ സിനിമ കാണുന്ന സമയത്താണ് നായകനും തമ്മിൽ അടുക്കുന്നത്. ലിപ്ലോക്ക് വരെ സംഭവിക്കാനുള്ള സിനിമകൾ കണ്ടില്ലേ? തീവണ്ടി എന്ന സിനിമയിലൊക്കെ ലിപ്ലോക്ക് വന്നിട്ടുണ്ട്. തീവണ്ടി സിനിമയിൽ അല്ലെങ്കിൽ വേറെ സിനിമകളിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും കാണിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? സിനിമയായിട്ട് കമ്പയർ ചെയ്യില്ലേ നിങ്ങളുടെ ഈ അപരാധം പിടിച്ച ആൽബത്തിന്, ഷോർട്ട് ഫിലിമിനൊക്കെ കേട്ടോ. അവര് നമ്മൾ അടുത്തല്ലോ, അടിപൊളി കൈയടിക്കും അല്ലേ? ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോ നായകനും ഡയറക്ടർ ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നായകനും ഓൺ ദ സ്പോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുകയാണ് ചെയ്യുക. സാറിന് അല്ല 2, 3, 4 ഷൂട്ടർ ഉണ്ടായിരിക്കാം. വ്യത്യാസം ഞാൻ പറയാം. അവർ ആരുണ്ടാവും? ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ആൽബത്തിന്റെ ഷൂട്ട്, നായകൻ എടുത്തു പോകുന്നു, കിസ് കൊടുക്കുന്നു, കഴുത്തിൽ ലിപ്ലോക്ക് എന്നല്ലേ കിസ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഇവിടെ ചുറ്റും ആരാളുള്ളത്? ആരാളുള്ളത്? ഡയറക്ടറും ആൾക്കാരും തന്നെയാണ്. ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട അസോസിയേറ്റ് 2-3 ആൾക്കാരല്ല, ഓൺലൈൻ മീഡിയാസ് മൊത്തം ചുറ്റുമുണ്ട്.
ഈ ഓൺലൈൻ മീഡിയനെ ആരാ വിളിച്ചു വരുത്തുന്നത്? ഈ ഡയറക്ടർ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നല്ല വിളിച്ചു വരുത്തുന്നതെന്ന്. രേണുസുതി പോകുന്നിടത്തൊക്കെ ഓൺലൈൻ മീഡിയനെ വിളിച്ചു വരുത്തുന്നത് രേണുസുതി അമ്മച്ചിയാണ്. അപ്പം അമ്മച്ചിയോട് നിങ്ങൾ പറയണം എനിക്കിതിനോട് താല്പര്യമില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അമ്മച്ചിയോട് പറയണം. എന്തുകൊണ്ട് നിങ്ങൾ അമ്മച്ചിയോട് പറയുന്നില്ല? നിങ്ങൾ ആ സമയത്ത് അത് പറയാതെ ഇതൊരു വിവാദമായപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കോര പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അമ്മാവ? എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്തിനാ നിൽക്കുന്നത്? നിങ്ങളതൊട്ട് ചെയ്യത്തുമില്ല. എന്നിട്ട് ഇപ്പം പ്രശ്നമായി, കുടുംബത്തിലൊക്കെ പ്രശ്നം വന്നപ്പോൾ അത് പ്രശ്നം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് മെഴുകുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല അതിൽ. അമ്മച്ചിക്ക് പിന്നെ നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ഉണ്ടാക്കി നിന്നാൽ മതി. അതുപോലെയല്ല ഫാമിലിയും കുടുംബവും ഒക്കെ ഉള്ള നിങ്ങൾ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ സമയത്ത് ഇതൊന്നും ആലോചിക്കാതെ ഇപ്പം ഇവിടെ വന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച് വിളപ്പിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ ഞാൻ വിളിച്ചു വരുത്തി വന്ന ആൾക്കാരല്ല. ഞാനൊരു സിനിമയില് ഒരു 4-5 സിനിമകളിൽ അഭിനയിച്ച് എന്റെ സിനിമ തിയേറ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലാതെ പല ആൾക്കാരും പറയും തിയേറ്ററിൽ ഇറങ്ങി അപൂർവത്തുമാർ തിയേറ്റർ ഇറങ്ങിയ സിനിമ. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടർ എനിക്കറിയാം എന്ത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ആൾക്കാർ എവിടെ കാണണം? തിയേറ്ററിൽ കാണും, ബിസ്കറ്റിൽ കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും, അല്ലെ? അതാണ് അതിന്റെ ഒരു മാന്യത. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ വന്നു കഴിയുന്ന സമയത്താണ് പല ഓൺലൈൻ മീഡിയാസ് ഞാൻ കാണുന്നത്. അപ്പൊ അവിടുത്തെ മൊത്തം ഒരു അന്തരീക്ഷം മൊത്തം ക്രൂസ് എന്ന് പറയുന്നത് എന്താ? ഇവരെ വിളിച്ചു വരുത്തി ഇവർ വന്നതാണ്, ആണുമല്ലേ? പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ അഭിനയിക്കാൻ ഒക്കെ കാര്യങ്ങൾ സെറ്റാക്കി ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകില്ല, ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആളല്ല. നമ്മളെ വിശ്വസിച്ച് നമ്മൾ വന്ന് നമുക്ക് വേണ്ടി ചെറിയ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോവാന്ന് പറയാൻ മാത്രം അത്ര ഒരു മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന നിലപാട് എനിക്കില്ല. എനിക്കവിടെ പറയാം, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. പക്ഷെ അവിടെ ചെയ്തത് അവിടെ തലേദിവസം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങള് നായകൻ അടുക്കുന്നു, അത് റൊമാന്റിക് ആയിട്ട് ഭാവം വരുന്നു, അവരെ കഴുത്തിൽ ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പിറകിന് വിവരിച്ചത്. ഇങ്ങനെ ചെയ്യും ആസന, എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ടതെന്ന് പറഞ്ഞു. അത് പറഞ്ഞോ പരാമർശമില്ല. പറയണ്ടല്ലോ, ഓൺലൈൻ മീഡിയകൾ എന്ന് പറയുന്ന അലവലാദികൾ അവിടെ ഉണ്ടെങ്കിൽ അത് വൈറലായിക്കോളും. റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ആക്കിക്കോളും. ഇതൊക്കെ അറിയുന്ന ഒരാളുടെ കൂടെയാണ് നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. ആരുടെ കൂടെ? രേണുസുതി അമ്മച്ചിയുടെ കൂടെ. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി, ദാസന്റെ കൂടെ അഭിനയിച്ചോണ്ടല്ല, എഗേൻസ്റ്റ് നിൽക്കുന്ന ആരാ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കും. രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി, അല്ലെ? അവരായതുകൊണ്ട് സാധനം കത്തിക്കപ്പെടും. അതാണ് അതായത് എല്ലാം അറിഞ്ഞിട്ട് അതിൽ തല വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ വന്നിരുന്ന മെഴുകുക അമ്മാവൻ. ഒരിക്കലല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസന്റെ കൊടുക്കുന്ന വ്യക്തി നായകനെ കള്ളു ചെത്തുകാരനാണ് അവിടെ അഭിനയിച്ചതാണ്. വെളുപ്പിച്ച് അവസാനം കുട്ടി ഇല്ലാണ്ടാവുമെന്ന് പറയുന്ന പോലെയാണ് ഇയാളുടെ അവസ്ഥ. വെളുപ്പിച്ച് അവസാനം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ എത്തിച്ചെന്ന് പെടുവാണെങ്കിൽ പെടട്ടെ. അല്ല പിന്നെ എന്തോന്നിപ്പോൾ പറയാന്, ദാസപ്പൻ നടക്കട്ടെ വെളുപ്പിക്കൽ. ഇനിയിപ്പം ഇന്നത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നാളെ ഏത് ഓൺലൈൻ മീഡിയ വിളിച്ച് വരുത്തി വിളിപ്പിക്കും. നിങ്ങൾക്ക് ഇതിൽ വല്ല എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഡയറക്ടറിൻ്റെ അടുത്ത് പറയണം. അത് വരയാതെ ഇങ്ങനെ ഓൺലൈനിൽ കയറിയിരുന്ന മെഴുക കഷ്ടം. ശരിയെന്നാ.